ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പൊന്മുടിയിലാണ് ഉള്ളത്. 18-ാം തീയതി ക്ലോസ് ചെയ്ത പൊന്മുടി ഇന്നാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വിട്ടു. ഉച്ചയോടുകൂടി നമ്മളെത്തി. ട്രിവാൻഡ്രത്താണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏതൊരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടമഞ്ഞോട് കൂടി നല്ലൊരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ മനസ്സിലാവും, മിനിറ്റിന് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് നേരത്തേക്ക് കോടമഞ്ഞാണെങ്കിൽ ഒരു 5-10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് കപ്പിൾസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ചെക്കിങ്ങോട് കൂടിയാണ് പൊന്മുടിയിലേക്ക് എൻട്രി ചെയ്യേണ്ടതും. സോ അതുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ആൽക്കഹോളോ സ്മോക്കിംഗ് സാധനങ്ങളോ തീപ്പെട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അങ്ങോട്ട് നമുക്ക് കൊണ്ട് കയറാനായിട്ട് പറ്റത്തില്ല. ഏകദേശം 23 ഹെയർ പിന്നുകളാണ് ഉള്ളത്. നമ്മൾ അവിടെ കയറിയാണ് നമ്മൾ ഏറ്റവും ടോപ്പ് ഹിൽ സ്റ്റേഷനിൽ എത്തുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പോയ വഴിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. മിക്ക ആൾക്കാരെയും പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇറങ്ങാറുണ്ട്. അപ്പോൾ അതുപോലൊരു പ്ലേസിൽ നമ്മളും ഇറങ്ങി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു സൈഡിൽ നിന്ന് തന്നെ കോടമഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മഴയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ആ ക്ലൈമറ്റിൽ നമുക്കിന്നൊരു നല്ല ഡേ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് ആർക്കായിരുന്നാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ വ്യൂവും കാര്യങ്ങളാണ് പൊന്മുടിയിലുള്ളത്. എനിക്ക് പോകാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്ലേസും കൂടെയാണ്. എനിക്ക് വാഗമൺ പോകുന്നതിനേക്കാൾ ഇഷ്ടമാണ് പൊന്മുടിയിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തന്നെ നമുക്കൊരു റെസ്റ്റ് റൂം ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ചെറിയ ടൈപ്പ് ഫുഡൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. ഇവിടെ സീസൺ ബേസും ഒക്കെയാണ് ഫുഡുകളൊക്കെ കിട്ടുന്നത്. നമ്മളുടെ ഇഷ്ടാനുസരണം കിട്ടത്തില്ല. അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഫുള്ളും വുമൻസ് നടത്തുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഇന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ന് അവിടുത്തെ മെനുവിലുണ്ടായിരുന്നത് കപ്പയും ചമ്മന്തിയും അതുപോലെ തന്നെ കട്ടൻ, പിന്നെ ഓംപ്ലേറ്റ്, ബ്രെഡ് ഓംപ്ലേറ്റ് എന്നിവയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു കപ്പയും ചമ്മന്തിയും ഓർഡർ ചെയ്തു. നമുക്ക് അവിടെ ബില്ല് ചെയ്തതിന് ശേഷം അവിടെ കൊടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റും. 53 രൂപയാണ് കേട്ടോ ഇതിന് രണ്ടിനും കൂടി നമുക്കായത്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഒരു മിനിമം റേറ്റ് തന്നെയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നതും. നല്ല ടേസ്റ്റി ആയിട്ടായിരുന്നു. ചമ്മന്തിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ കഴിച്ച് നൈസിന് ഇവിടെ നിന്ന് കഴിച്ച് ഒരു കട്ടനൊക്കെ അടിച്ച് നമ്മൾ മുകളിലേക്ക് നമുക്കിവിടെ ഒരുപാട് പ്ലേസിലേക്ക് നടക്കാൻ പറ്റും. ഇവിടുത്തെ പാർക്കിംഗ് ആണ്, എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യവും കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞ് വന്ന് കയറിയുണ്ട്. നമ്മൾ ചെന്ന് ഇറങ്ങിയ ടൈമിൽ തന്നെ കോട വന്ന് മൂടി നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഫുള്ള് നടന്ന്, കാരണം എത്രയോ നാൾക്ക് ശേഷമാണ് പൊന്മുടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. കാരണം ക്ലൈമറ്റ് ഇത്രയും കിടിലായിട്ട് വരുന്നത് അപൂർവമായിട്ടാണ്. ചില സമയത്തൊക്കെ വരുമ്പോൾ മഴയൊക്കെ ആയിരിക്കും, പറഞ്ഞാൽ അതിനെയും കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. കുറേ നേരം എല്ലാവരും വന്നിട്ട് അവിടെ ഫുള്ള് നമുക്കിത് ഒരുപാട് താഴത്തേക്കും മുകളിലേക്കുമൊക്കെ കയറാനും നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള എല്ലാവരും റിലാക്സിങ് മോഡിൽ എൻജോയ് ചെയ്ത് കുട്ടികളുണ്ട്. എല്ലാവരും വന്ന് കളിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒത്തിരി. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഇവിടുത്തെ KSRTC ആണ്. നമുക്ക് ആറ്റിങ്ങൽ നിന്നോ ട്രിവാൻഡ്രത്തു നിന്നോ ഒക്കെ ഡയറക്റ്റ് ഇങ്ങോട്ടത്തേക്ക് ബസ്സുണ്ട്. അപ്പം ഇത് ഇടവിട്ട് ഇത്ര ടൈമിലുണ്ട്. നമുക്ക് ഒരു ബസ്സിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ബസ്സിൽ തിരിച്ചു പോകാം. ആ രീതിയിൽ നമുക്ക് വരാൻ പറ്റും. അപ്പം ഈവനിങ് ഉള്ള ബസ്സാണ്. അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് പൊന്മുടി KSRTC ബസ്സുണ്ട്. ആ ട്രാവലും നല്ല രസമാണ്. നമ്മളെന്തായാലും വേറൊരു വീഡിയോ KSRTCയിൽ വന്നിട്ടുള്ളൊരു വീഡിയോ നമ്മളല്ലാണ്ട് ചെയ്യുന്നതാണ്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പാർക്കിങ്ങും ഈവനിങ് ആവും തോറും ആൾക്കാർ, എനിക്ക് തോന്നുന്നു അറിഞ്ഞിട്ട് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ കൂടുതലായിട്ട് വന്ന് തുടങ്ങി. നമ്മൾ വന്ന സമയത്ത് കുറച്ച് വണ്ടികൾ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
നിങ്ങൾക്ക് ഇനി ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ KTDCയുടെ സ്റ്റേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 3000 റുപ്പീസിനകത്താണ് നമുക്ക് റെൻറ്റ് വരുന്നത് അവിടെ. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇവിടെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. അതും ഒരു അടിപൊളി സ്റ്റേയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കാരണം ഈവനിങ് ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും ആരുമില്ല. അപ്പോൾ ഫുള്ളി പൊന്മുടി നമ്മളൊരു ഏരിയ ആയതുപോലെയാണ് നമുക്കിവിടുത്തെ ഒരു സ്റ്റേ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ അതാർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ട്രിവാൻഡ്രം പൊന്മുടി KTDC അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.